റംസാൻ വിഷു ചന്തകൾ അനുവദിക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും കമ്മീഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, എന്താണ് ഈ വിഷയത്തിൽ കമ്മീഷന്റെ നിലപാട്? പ്രജീഷ്, റംസാൻ അതോടൊപ്പം റംസാൻ വിഷു ചന്തകൾ, രണ്ട് ചന്തകളും തുടങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിലെത്തിയത്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് 250ഓളം ചന്തകൾ തുടങ്ങാനാണ് തീരുമാനിച്ചത്. അത്തരത്തിൽ ഈ ഉത്സവകാലത്ത് ചന്തകൾ തുടങ്ങിയാൽ അത് വോട്ടർമാരെ സ്വാധീനിക്കും. അതുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി ഇത്തരത്തിൽ കൺസ്യൂമർ ഫെഡ് ചന്തകൾ തുറക്കുന്നത്. അതുകൊണ്ട് ഇതിന് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് മറിച്ചൊരു ഉത്തരവ് ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ സംസ്ഥാനത്ത് ഇത്തവണ റംസാൻ വിഷു ചന്തകൾ ഉണ്ടായിരിക്കില്ല. ഇതിൽ ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. കേസിൽ വിശദമായ വാദം വ്യാഴാഴ്ച നടക്കോടെ കൺസ്യൂമർ ഫെഡ് എടുക്കുന്ന നിലപാട് ഈ തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതായത് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് തന്നെ എടുത്തിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടുള്ള ചന്തകളാണ് എന്ന നിലപാടാണ് കൺസ്യൂമർ ഫെഡിന് ഇക്കാര്യത്തിലുള്ളത്.